നിങ്ങൾ ഈ വെക്കേഷൻ ടൈമിൽ ബഡ്ജറ്റ് ലെവലിൽ കൊച്ചു കുട്ടികളുമായിട്ടൊക്കെ ഒരു ഔട്ടിങ്ങിന് പോകാൻ ഒരു വെറൈറ്റി സ്പോട്ട് തപ്പി നടക്കണോ എങ്കിൽ പിന്നെ വേറെ എങ്ങും നോക്കണ്ട, ഹാങ് ഔട്ട് പ്ലേ വേൾഡിലേക്ക് പോയാൽ മതി. ഒരല്പം സ്ട്രീറ്റ് ഫുഡൊക്കെ തട്ടാനും വാട്ടർ പൂളിലൊക്കെ ചാടാനും ചെറിയ റൈഡുകളൊക്കെ ട്രൈ ചെയ്യാനും പറ്റിയൊരു ഫാമിലി ഔട്ടിംഗ് സ്പോട്ടായ കോട്ടയത്തുള്ള ഹാങ് ഔട്ട് പ്ലേ വേൾഡിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ടൗണിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ഏറ്റുമാനൂരിലാണ് ഹാങ് ഔട്ട് പ്ലേ വേൾഡും സ്ട്രീറ്റ് ഫുഡ് ഹബ്ബും ഒക്കെ ഉള്ളത്. കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ ഏറ്റുമാനൂർ എത്തുന്നതിന് മുമ്പുള്ള പാറോലിക്കൽ ജംഗ്ഷനാണ് എക്സാക്ട് ലൊക്കേഷൻ. ഈ ജംഗ്ഷനിൽ കൂടി എപ്പോഴും ബസ്സും ഉണ്ട്, അതുകൊണ്ട് തന്നെ ബസ്സിൽ വേണമെങ്കിൽ ഇവിടെ എത്താൻ പറ്റും. ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ കോട്ടയത്തിന്റെ സ്പെഷ്യൽ പഴംപൊരിയും ബീഫ് റോസ്റ്റും ഒക്കെ കിട്ടുന്ന ചെറിയൊരു ചായക്കടയുണ്ട്. ഇവിടെ നിന്നും ചെറിയൊരു ചായയൊക്കെ കുടിച്ചിട്ട് അകത്തേക്ക് എന്നാൽ ഹാങ് ഔട്ട് പ്ലേ വേൾഡിന്റെ എൻട്രി പോർഷൻ കാണാവുന്നതാണ്. ചെറിയൊരു ഗുഹാ സെറ്റപ്പിലൊക്കെയാണ് ഇതിന്റെ എൻട്രി പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് ഇവിടെ എത്തിയാൽ പാർക്കിംഗ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ പാർക്കിൽ പ്രവേശിക്കാൻ സാധിക്കും. 80 രൂപയാണ് ഹാങ് ഔട്ട് പ്ലേ വേൾഡിന്റെ എൻട്രി ഫീ. ഒരുപാട് വീക്കെൻഡ് പ്രോഗ്രാമുകളും ലൈവ് മ്യൂസിക് ഷോയും ഇവന്റുകളും ഒക്കെ എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ നടത്താറുണ്ട്. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഈ ഗുഹയ്ക്കകത്തൂടെ കയറി ഈ റൊട്ടേറ്റിംഗ് ഡോറൊക്കെ കടന്ന് പാർക്കിന്റെ ഉള്ളിലേക്ക് കടക്കാവുന്നതാണ്. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ കുറേ സ്ലൈഡിംഗ് റൈഡുകളൊക്കെയാണ് ഉള്ളത്. കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഹാപ്പിനെസ് നൽകുന്ന ഒരു ഭാഗമാണിത്. വലുതും ചെറുതുമായ ഒരുപാട് ഡൈവേഴ്സ് പ്ലേ ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ല കിഡ്സ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇവിടെയുണ്ട്. എന്നാൽ കുട്ടികളുടെ ഒപ്പം വരുന്ന മുതിർന്നവർക്ക് അവരുടെ കളിയൊക്കെ കണ്ട് വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കാനേ പറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ചാൽ വലിയ സീനൊന്നും ഇല്ലാതെ കുട്ടികളുടെ കളിയൊക്കെ കണ്ട് ഇവിടുത്തെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് സമയം ചെലവഴിക്കാവുന്നതാണ്. ചെറിയ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുള്ള സമയങ്ങളിൽ വന്നാൽ കുട്ടികൾക്ക് ഈ റൈഡുകളിലൊക്കെ എൻജോയ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വലിയ തിരക്കില്ലാത്ത രാവിലെ പോലെയുള്ള സമയങ്ങളിലൊക്കെ വരുന്നതായിരിക്കും ബെറ്റർ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് പാർക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സോയിക്സ് പോലുള്ള ചെറിയ ഗെയിമുകളൊക്കെ ഈ വഴിയുടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഗെയിം സോണുകളിലൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഹാങ് ഔട്ട് പ്ലേ വേൾഡിന്റെ സെൻട്രൽ പോർഷനുള്ള ചെറിയൊരു പൂളാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. 2 ഫൺ സ്ലൈഡുകളൊക്കെ ഉള്ള ഈ പൂൾ യൂസ് ചെയ്യുന്നതിന് 1 മണിക്കൂർ നേരത്തേക്ക് 190 രൂപ എക്സ്ട്രാ നൽകേണ്ടതായിട്ട് വരും. എന്നാൽ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ പൂൾ ഞങ്ങൾ ചെന്ന ദിവസം ക്ലോസ്ഡ് ആയിരുന്നു. ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം വരുമ്പോൾ അതിന്റെ താഴെ നിന്ന് പൂൾ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സ്ലൈഡുകളിലൊക്കെ കയറി വെള്ളം വരുമ്പോൾ അതിൽ കൂടി താഴേക്ക് വരുന്നതൊക്കെ കുട്ടികൾക്ക് ഫൺ നൽകുമെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മാത്രമേ പൂൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ ചെറിയ ചെറിയ സന്തോഷമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 190 രൂപ മുടക്കി ഈ പൂളിൽ അവരെ കളിക്കാൻ വിടാവുന്നതാണ്. ഈ പൂളിന് വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 3 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പോലും സേഫ് ആയിട്ട് ഇവിടെ ആസ്വദിച്ച് അറമാദിക്കാവുന്നതാണ്. ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇത് ഈ ട്രെംബോളിനാണ്. ഇവിടെ കയറുന്നതിന് വേറെ എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഒരു സമയത്ത് 4 കുട്ടികൾക്ക് മാത്രമേ ഈ ട്രെംബോളിൻ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ ഇതിൽ കയറി ബൗൺസ് ചെയ്യുമ്പോൾ അവർക്കതൊക്കെ ഒരു ഫൺ ആക്ടിവിറ്റി ആണെങ്കിലും വെക്കേഷന് വെറുതെ ടിവിയും ഫോണും ഒക്കെ കണ്ട് വീട്ടിലിരിക്കുന്ന എൻ്റെ മോൾ ഏഞ്ചലിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആകുന്ന ഹാപ്പിനെസ് ആയിരുന്നു എനിക്ക്. ആദ്യം ചെരുപ്പിട്ടും പിന്നെ ചെരുപ്പിടാതെയും ഒക്കെ ബൗൺസ് ചെയ്ത് മാക്സിമം ഏഞ്ചൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മുതിർന്നവർക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും കുട്ടികൾക്ക് ഇതൊരു ഫൺ പോയിന്റ് തന്നെയാണ്. ഇവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഈ ഇലക്ട്രിക് ജീപ്പ് സഫാരിയാണ്. 15 മിനിറ്റ് നേരത്തേക്ക് 150 രൂപയാണ് ഈ ജീപ്പ് റൈഡിന് ഇവർ ചാർജ് ചെയ്യുന്നത്. റിമോട്ട് കൊണ്ടും അല്ലാതെയും ഒക്കെ ചീറിപ്പായുന്ന ഇലക്ട്രിക് ജീപ്പുകളിൽ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും റേറ്റ് ഒരല്പം കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇല്യൂഷൻ ടണലാണ് വേറൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഇവിടെ കയറുന്നതിന് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. 3D സൗണ്ട് എഫക്റ്റും ലേസർ നൈറ്റ് ഷോയും ഒക്കെ ഉള്ള ഈ ടണലിൽ കയറി കുറച്ച് സമയം എൻജോയ് ചെയ്യാവുന്നതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ടണൽ ഒരുപാട് നീളമുണ്ടെന്നൊക്കെ തോന്നും. എന്നാൽ ശരിക്കും അങ്ങനെയൊന്നുമല്ല. ഗ്ലാസിന്റെ ഒരു മാജിക്കാണ് ഇതിനൊരു ഇല്യൂഷൻ ഫീലിംഗ് ഒക്കെ നൽകുന്നത്. കളിച്ചു മടുക്കുമ്പോൾ കുട്ടികൾക്ക് റെസ്റ്റ് എടുക്കാനും കുട്ടികൾ കളിക്കുമ്പോൾ മുതിർന്നവർക്ക് ഇരിക്കാനും ഇതേപോലെ ഒരുപാട് ഇരിപ്പിടങ്ങളും ചാര് ബെഞ്ചുകളും ഒക്കെ ഇവിടെയുണ്ട്. എങ്കിൽ പോലും ദാഹിക്കുമ്പോൾ കുടിക്കാൻ പ്യൂരിഫൈഡ് വാട്ടർ കൗണ്ടർ ഒന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഫുഡ് കോർട്ടിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. ഹാങ് ഔട്ട് ചിൽ ഔട്ട് ഗെയിമിംഗ് സോണാണ് ഇവിടുത്തെ വേറൊരു കിടിലം പോയിന്റ്. ഇതൊരു വീഡിയോ ഗെയിമിംഗ് സോണാണ്. 3 കോയിനുകൾക്ക് 120 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഒരു കോയിൻ വെച്ച് 2 മിനിറ്റ് നേരം മാത്രമേ നമുക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ടോട്ടൽ 3 കോയിൻ വെച്ച് 6 മിനിറ്റ് നേരത്തേക്ക് 3 ഗെയിമുകൾ ഇവിടെ കളിക്കാവുന്നതാണ്.
ഏഞ്ചൽ ആദ്യം മോട്ടോഗോ വേൾഡിലാണ് കയറിയത്. ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ലെങ്കിലും ഇതിലെതിരെ വരുന്ന റൈഡർമാരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് അവൾ മാസ് കാണിക്കുന്നുണ്ടായിരുന്നു. 2 മിനിറ്റ് നേരത്തെ മരണമാസല്ലേ അവൾ കാണിച്ചോട്ടെ എന്ന് ഞാനും കരുതി. എന്തായാലും കൃത്യം 2 മിനിറ്റ് ആയപ്പോൾ ബൈക്ക് ഓട്ടം നിർത്തി. ബൈക്ക് യാത്ര എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. മുതിർന്നവർക്ക് ബൈക്ക് യാത്ര സ്വപ്ന സാക്ഷാത്കാരത്തിനും മനോഹരമായ സ്ഥലങ്ങൾ കീഴടക്കുന്നതിനും പ്രചോദനം നൽകുമ്പോൾ ഇവിടെ ഈ കൊച്ചു കുട്ടികൾക്ക് ഈ ബൈക്ക് റേസിംഗ് ഒരു ഫൺ ഫിൽഡ് ആക്ടിവിറ്റിയും എന്റർടൈൻമെന്റും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ കിടിലൻ ബൈക്ക് യാത്ര നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി 2 കോയിനുകൾ വാങ്ങി സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല. അടുത്ത ഗെയിം ട്രെയിൻ സ്റ്റേഷൻ ആയിരുന്നു. കുലുങ്ങി പോകുന്ന ട്രെയിൻ ഓടിക്കുന്ന ഏഞ്ചൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഓടിച്ചൊന്ന് ഫ്ലോ ആയി വരുമ്പോഴേക്കും 2 മിനിറ്റ് തീർന്നു പോകും. അതായിരുന്നു ഏറ്റവും വലിയ സീൻ. ബിഗ് ഫിഷ് 2 എന്ന ഗെയിം ആയിരുന്നു 3ാമത്തെ ഗെയിം. കടലിനടിയിലെ മീനുകളെ ബോട്ടിൽ പോയി ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു ഇത്. ഇച്ചിരിയുടെ ഫണ്ണൊക്കെ നൽകുന്ന ഒരു സംഭവമായിരുന്നു. സംഭവം ഫണ്ണൊക്കെ ആണെങ്കിലും ഗെയിമിന്റെ ഡ്യൂറേഷൻ ഒരല്പം കൂടി കൂട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. മൊബൈലിലൊക്കെ അത്യാവശ്യം ഗെയിം കളിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏഞ്ചൽ മീനുകളെയൊക്കെ ചറ പറന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല കോൺസെൻട്രേഷനും ഐഡിയയും ഒക്കെ വേണ്ട ഗെയിമുകളായതുകൊണ്ട് തന്നെ ശരിക്കും കുട്ടികൾ നല്ല ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഈ ഗെയിമുകളൊക്കെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സോണിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. കുറച്ചുകൂടി ഡ്യൂറേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുടക്കുന്ന പൈസ വർത്താവുകയും കുട്ടികൾക്ക് കുറച്ചുകൂടി ഫണ്ണുണ്ടാകുകയും ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പാർക്കിന്റെ അങ്ങിങ്ങായിട്ട് ഒരുപാട് സെൽഫി പോയിന്റുകളൊക്കെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ നിന്ന് പല സ്റ്റൈലിലുള്ള ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ആവുന്നതാണ്. ഈ പാർക്കിൽ ലൈവ് പെർഫോമൻസുകളും പ്രൈവറ്റ് ഇവന്റുകളും ഒക്കെ ഒരുപാട് ഇപ്പോൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയംകാരുടെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇപ്പോൾ ഈ പാർക്ക് ഇടം പിടിച്ചു കഴിഞ്ഞു. കിഡ്സ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഹൈജീനിക് സ്വിമ്മിംഗ് പൂളും ലൈവ് പെർഫോമൻസുകളും പ്രൈവറ്റ് ഇവന്റുകളും ഒക്കെ പാർക്കിന്റെ പോസിറ്റീവ് വശങ്ങളാണെങ്കിലും ഹൈ എൻട്രി ഫീയും ആക്ടിവിറ്റികൾക്കുള്ള സെപ്പറേറ്റ് ചാർജുകളും ലിമിറ്റഡ് സ്പേസും ഈ പാർക്കിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. കുട്ടികൾക്ക് ഫൺഫിൽഡ് ആക്ടിവിറ്റികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും മുതിർന്നവർക്ക് ഈ പാർക്കിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. വേണമെങ്കിൽ ഇവിടെയൊക്കെ കയറി എക്സസൈസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. കുട്ടികൾ കളിക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സൊറ പറഞ്ഞിരിക്കാൻ മാത്രമേ മുതിർന്നവർക്ക് ഈ പാർക്കിന്റെ അകത്ത് സാധിക്കുകയുള്ളൂ. കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ മുതിർന്നവരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഈ ഫുഡ് സ്ട്രീറ്റ് ആണ്. പിടിക്കോഴിയും കള്ളപ്പവും പൊറോട്ടയും കപ്പ ബിരിയാണിയും അടക്കം നല്ല നാടൻ കോട്ടയം ഫുഡ് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ നല്ല കിടിലൻ ഷാപ്പ് ഫുഡ് ഇവിടുത്തെ പ്രത്യേകതയാണ്. എന്നാൽ 3 മണിക്ക് ശേഷം മാത്രമേ ഈ കൗണ്ടറുകളെല്ലാം ലൈവ് ആവുകയുള്ളൂ. ഉച്ചയ്ക്ക് ഊണും ബിരിയാണിയും മാത്രമാണ് ഇവിടെ ലഭിക്കുക. നല്ല കിടിലൻ ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാൻ നിരവധി തീമാറ്റിക് ഡൈനിങ് ഏരിയകളും സെൽഫി പോയിന്റുകളും ഒക്കെ ഈ സ്ട്രീറ്റ് ഫുഡ് കോർട്ടിന്റെ പ്രത്യേകതകളാണ്. രാത്രിയിലൊക്കെ വരുവാണെങ്കിൽ നല്ല ലൈറ്റിംഗ് സെറ്റപ്പ് കൂടിയൊക്കെ ആകുമ്പോൾ ആംബിയൻസും വൈബും ഒക്കെ ഇരട്ടിയാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല കിടിലൻ ഫുഡ് തട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും കൊച്ചുകുട്ടികളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവർക്കും ഹാങ് ഔട്ട് പ്ലേ വേൾഡും ഫുഡ് സ്ട്രീറ്റും ഒക്കെ ഇവിടെ എത്തി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.